മലയാള സിനിമയിൽ തന്നെ രണ്ട് മികച്ച നടന്മാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കേരള ക്രൈം ഫയൽ സീസൺ 2 ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കുന്നത്. ഫസ്റ്റ് സീസണേക്കാൾ വളരെ 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 മെച്ചപ്പെട്ട ഒരു സീസണുമായിട്ടാണ് ഇത്തവണ കേരള ക്രൈം ഫയൽസ് വന്നിരിക്കുന്നത്. അത് അടിമുടി മാറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അത് വിഷ്വൽ നറേറ്റീവിലാവട്ടെ, ടെക്നിക്കലി ആവട്ടെ, അല്ലെങ്കിൽ എഴുത്തിലാകട്ടെ, എല്ലാം ഗംഭീരമായിട്ട് തന്നെ അവർ ലെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് CPO ആയ അമ്പിളി രാജുവിൻ്റെ തിരോധാനം, മിസ്സിംഗ് കേസാണ് ഇത്തവണ സീസൺ 2 പ്രധാന വിഷയമായിട്ട് എത്തുന്നത്. ഫസ്റ്റ് സീസണിലെ താരങ്ങളായ അജു വർഗീസും ലാലും ഉണ്ടെങ്കിലും ഇവിടെ ഒരു പ്രധാന നായകാവേശം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിലേക്ക് എത്തുന്നത് അർജുൻ രാധാകൃഷ്ണനാണ്. SI നോവൽ എന്ന കഥാപാത്രം നന്നായിട്ട് തന്നെ വൃത്തിക്ക് അത് അർജുൻ രാധാകൃഷ്ണൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കേരള ക്രൈം ഫയൽ സീസൺ 2 വ്യത്യസ്തമാകുന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ഒരുപിടി അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനം. രണ്ടാമത്തേത് ബാഹുൽ രമേശിൻ്റെ സ്ക്രിപ്റ്റ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കോമഡി റോളുകൾ ചെയ്തിരുന്ന നടന്മാർ ക്യാരക്ടർ റോളിലേക്കും നായകന്മാരായിട്ടൊക്കെ വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ആ കൂട്ടത്തിലൊന്നും ആരും പറയാത്തൊരു പേരാണ് ഹരിശ്രീ അശോകൻ. ഇതിലെ അയ്യപ്പൻ എന്നൊരു കഥാപാത്രം മറ്റാർക്കും ചെയ്യാനാകാത്ത വിധം ഹരിശ്രീ അശോകൻ ചെയ്തു വെച്ചു. അതായത് നമ്മൾ ഓരോ തവണയും അയ്യപ്പനെ കാണുമ്പോൾ ഹരിശ്രീ അശോകനാണല്ലോ എന്നൊരു ചിന്ത പോലും മനസ്സിലുണ്ടാകില്ല. അയ്യപ്പൻ്റെ വേദനകൾ, അയ്യപ്പൻ്റെ ചുറ്റുപാട്, അയ്യപ്പൻ്റെ അതിജീവനം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ദ്രൻ ചേട്ടൻ വന്ന് ചുമ്മാ ചെറിയ റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും ഞെട്ടിച്ച് പോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ മികച്ചത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് CPO അമ്പിളി രാജു. വളരെ സങ്കീർണതയുള്ള, ഭയങ്കര ലേഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ് CPO അമ്പിളി രാജു. പ്രത്യേകിച്ച് ഒരുപാട് ഏച്ചുകെട്ടലുകളോ അല്ലെങ്കിൽ ഒരുപാട് അഭിനയമോ കാണിക്കാതെ തന്നെ നോട്ടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് റിയാക്ഷനുകൾ കൊണ്ട് തന്നെ ഞാൻ ആരാണ് എന്ന് അമ്പിളി രാജു ഇന്ദ്രൻസിലൂടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നീടുള്ളത് അമ്പിളി രാജുവിൻ്റെ ആദ്യ ഭാര്യ അഭിനയിച്ച സൂര്യ S. കുറുപ്പിൻ്റെ നടിയുണ്ട്. കാരണം പുള്ളിക്കാരുടെ നിൽപ്പും നോട്ടങ്ങളും പിന്നെ പറയുന്ന രീതികളൊക്കെ ഉണ്ട്. അത് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ സ്ഥിരം കാണുന്ന വീട്ടമ്മമാരൊരാളുടെ പുള്ളിക്കാരെ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ASI ഷാജുവായിട്ട് വന്ന സുരേഷ് കുമാർ, പുള്ളി ശരിക്കും പോലീസുകാരനാണോ എന്ന് തോന്നും. കാരണം അത്രയും അനായാസമായിട്ട് ഒരു സീസൺഡായ പോലീസുകാരനെ പോലെ പുള്ളി പെരുമാറുന്നത്. പിന്നെ ഞെട്ടിച്ച രണ്ടുപേര് ജിയോ ബേബിയാണ്, സംവിധായകൻ ജിയോ ബേബി. പുള്ളിയൊക്കെ ഇത്രയും അഭിനയിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണത്. കാരണം ചില ഡയലോഗ്, ഒരു പിവോട്ടൽ പോയിന്റുകളിലൊക്കെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഉണ്ട്, അടിപൊളിയായിട്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത ആൾ ജിജോയ് പുളിക്കനാണ്. വളരെ ചെറിയ റോളായിട്ട് കൂടി ജിജോയ് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി മലയാള സിനിമയിൽ ഒരുപാട് റോളുകളിൽ ജിജോയ് ഇനിയും വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ബാഹുൽ രമേശിൻ്റെ സ്ക്രിപ്റ്റാണ്. കിഷ്കിന്ധാകാന്ഡം എഴുതിയ ബാഹുൽ രമേശിൻ്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് സീസണേക്കാളും ഭയങ്കര ആഴമുള്ള, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള, നമുക്ക് ഓരോ തവണയും നമ്മളെ തന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ ഇവിടെ സെക്കൻഡ് സീസണിൽ ബാഹുൽ എഴുതി വെച്ചിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിൽ കുരന്മാരെ ഉപയോഗിച്ചതുപോലെ ഇവിടെ നായ്ക്കളെ ഉപയോഗിക്കുന്നുണ്ട്. അതും നല്ല കിടിലൻ അഭിനേതാക്കളായ നായ്ക്കൾ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിൽ ഏറ്റവും വിചിത്രമായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും നായ്ക്കളെ പോലെ തന്നെ ലോയൽറ്റി എന്നൊരു പോയിന്റിലാണ് അവരുടെ കോർ വാല്യൂ ഇരിക്കുന്നത്. അത് ആരോട് തോന്നുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സസ്പെൻസ്. മിസ്റ്റേക്കുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് സീസണിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് അതേപടി സെക്കൻഡ് സീസണിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ വെബ് സീരീസുകളിലെ ഏറ്റവും മികച്ച വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2. ഒരിക്കലും കാണാതെ മാറ്റി വെക്കരുത്. ഉറപ്പായിട്ടും കാണണം. കാണാത്തവർ കാണണം. കണ്ടവർ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണം.